പോലീസ് വന്നിട്ടാ. പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് വന്ന് എല്ലാ സ്ഥലം നോക്കണ്ട കേട്ടാ. പാവപ്പെട്ടവന്റെ ജീവിതമാർഗമാണ് ഈ സാമൂഹ്യ ദ്രോഹികൾ ഇല്ലാണ്ടാക്കണത്. വല്ലാത്തൊരു പ്രശ്നമാണ് ഇവിടെ നമ്മുടെ അഴീക്കോട് ബീച്ചിൽ നടക്കുന്നത്. ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്നിന് അടിമപ്പെട്ട കുറേ സാമൂഹ്യ ദ്രോഹികൾ, വെറും 18, 19, 20 വയസ്സായ പിള്ളേരാണ് ഈ നമ്മുടെ ഈ ബീച്ചിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തൊന്നും വന്നിട്ട്. അതിനില്ലായ്മ ചെയ്തില്ല എന്നെങ്കിൽ നമ്മൾ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ബീച്ച്. അഴീക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള മാരകമായ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് പിള്ളേരുകളാണ് നമ്മുടെ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അറുതി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന തലമുറ കൂടി ഇല്ലാണ്ടായ്മ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6,000-7,000 ഉറുപ്പിക കണ്ട് അവൻ ഇന്നലെ സിഗരറ്റും ബീഡിയും മേടിച്ച് വെച്ചിരുന്നു. കൂടാതെ നേർച്ചപ്പാട്ടയിൽ 12,000 ഉറുപ്പിക ഉണ്ടായിരുന്നു, അതും പോയി. മനസ്സിലായ? അപ്പൊ ഇത്രയും വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ശക്തമായി അപ്പുറത്തൊരു അമ്പലം, ആ പരുത്തിക്കാവിലെ അമ്പലത്തിന്റെ ഭണ്ണാരവും കുത്തിപ്പൊളിച്ച് അതിലുള്ള പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൊത്തം നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കണം. അതിനില്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾ മൊത്തത്തിൽ ഇറങ്ങണം. അല്ലാണ്ട് നിയമപരമായിട്ട് പോലീസിനെ കൊണ്ട് മാത്രം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ജനങ്ങൾ, ഒരു വാർഡിലെ ജനങ്ങൾ മൊത്തമായിട്ട് ഇറങ്ങിയാലേ ഇതിനൊക്കെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. ചിലപ്പോൾ നിയമപരമായിട്ട് അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ട് പോലീസിനെ കൊണ്ട്. അപ്പോൾ അവർക്ക് അത് അത്രയും ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങണം. നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട് നല്ല രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വരും തലമുറകളെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചു പോകണം. മനസ്സിലായ? അതുകൊണ്ട് പറയണതാണ്. എന്താ ചെയ്യുക, ഇവിടെ ബീച്ചിലൊക്കെ എന്താ വിളയാട്ടം. പിള്ളേരെ രാവിലെ തുടങ്ങി വൈകുന്നേരം ആവുന്നവരെ ഈ MDMA ഒക്കെ അടിച്ച് വന്നുങ്ങായിട്ട് 4-5 ആൾ വെച്ചിട്ടാണ് ഒരു 2 വീലർമ വരുന്നത്. നമുക്ക് ചോദിക്കാൻ പാടില്ല. ചോദിക്കാൻ നമ്മളെ ആക്രമിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊല്ലും. അത്രക്കും വൃത്തിയായിട്ട രീതിയിലാണ് അവരുടെ ഇതുകൾ, മൈൻഡുകൾ. അപ്പം എല്ലാവരും ഇതിന് പ്രതികരിക്കണം, പ്രതികരിച്ചിറങ്ങണം. നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ പാവപ്പെട്ടവൻ്റെ ജീവിതമാർഗമാണ് ഇപ്പം ഇല്ലാണ്ടാക്കിയതേ.